ഇന്ന് നേരത്തെ എണീറ്റിട്ട് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഒരു 4 മണിക്ക് എണീക്കാവുന്ന രീതിയിലാണ് ഞാൻ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എണീറ്റപ്പോൾ 5 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 5 മണിക്ക് എണീറ്റ് ഫ്രഷായി കേട്ടോ. കറക്റ്റ് ഫ്രഷായി ഇറങ്ങിയ സമയത്ത് തന്നെ സ്വത്തുട്ടി കരയും ചെയ്തു കേട്ടോ. എനിക്ക് ഫ്രഷ് ആവുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സ്വത്തുട്ടി കരയോ ഉറക്കത്തിൽ എണീറ്റ് നടക്കുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുളിച്ച് ഇറങ്ങിയപ്പോൾ അവൻ കരഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് കിടക്കണം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് സ്വത്തട്ടി അടുത്ത് കിടക്കണം കേട്ടോ. ഇനി സ്വത്തട്ടി ഒന്ന് ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് പണികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ സ്വത്തട്ടി ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ പതിയെ ശബ്ദമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പണികളൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴത്തുള്ളിലൊക്കെ കാരണം തുണിയൊന്നും അധികം ഉണങ്ങി കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു റൂമിലാണ് ഇടാറ്. കാരണം നമ്മൾ കിടക്കണ റൂമായ കാരണം ഫാൻ ഇടുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ചെയ്യും. അപ്പോൾ നേരെ വിളിച്ച് കഴിയുമ്പോൾ നമുക്കത് മടക്കി വയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഞാൻ മടക്കി വെച്ച് കഴിഞ്ഞു. പിന്നെ രാവിലെ തന്നെ നിങ്ങൾ കുക്കിംഗ് ആണ് കാണാറില്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ഇങ്ങനെ നമ്മൾ ക്ലീനിങ് പരിപാടികൾ ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ജോലി എളുപ്പം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാനിത് കുറേ ദിവസമായി ഇങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ ഞാൻ ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം കിച്ചണിൽ പോയി കിച്ചണിലത്തെ പരിപാടിയും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഹോളിലേക്കൊക്കെ വരാറ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഫസ്റ്റ് ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ കിച്ചണിലെ കൂടി പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ വീട്ടിലൊരു പണിയൊന്നുമില്ല. പിന്നെ തിരുമ്പാനൊക്കെ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് എന്തായാലും ഈവനിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുളിച്ച ഉടനെ നമ്മൾ അലമ്പിടുന്ന കാരണം നമുക്ക് വലിയ പണിയുള്ള രീതിയിൽ വരാറില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 5 മണിക്ക് എണീറ്റെങ്കിൽ പോലും ഞാൻ കുറച്ച് നേരം സ്വത്തുട്ടിയുടെ ഒപ്പം കടന്നല്ലോ, അതിൽ എനിക്ക് ടൈം നഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഒരു 7 മണി ടൈം എന്ന് പറയണത്. അങ്ങനെ ചായ വെച്ചു. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വത്തുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടിക്ക് ഞാൻ പല്ലും മുഖറൊക്കെ കേകി കൊടുത്തിട്ട് ഞാനതേ അവിടെ TV വെച്ച് കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ. എന്നാലാണ് എനിക്കൊന്ന് പണി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വത്തുട്ടി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അടുക്കളയിൽ വന്ന് ഇരിക്കുമല്ലോ. അവിടെ ഒരു മൂടുണ്ട്. ആ മൂടിനനുസരിച്ചാണ് കിച്ചണിൽ വന്ന് ഇരിക്കുള്ളൂ. അപ്പോൾ ഇന്നാണ് പതിവില്ലാണ്ട് സ്വത്തുട്ടി നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. മറ്റേത് ഒരു 8 മണി 8:30 സമയത്തൊക്കെയാണ് എണീക്കുക. പക്ഷെ ഇന്ന് ആൾ കുറച്ച് 7:30 ടൈമൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നമുക്ക് റവ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ റവ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. വറുത്ത തന്നെയായിരുന്നു. പക്ഷെ ഞാനൊന്ന് എൻ്റെ തൃപ്തിക്കായിട്ട് ഞാനൊന്ന് വറുത്തെടുത്തു കേട്ടോ. ഇപ്പോൾ ഡെയിലി ഇവിടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ കറി വയ്ക്കും, അല്ലെങ്കിൽ കഞ്ഞി വയ്ക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് കേട്ടോ. മുമ്പ് ഒരിക്കലും അങ്ങനെ രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ ഒരു പതിവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. പിന്നെ ആരും ഇല്ല. സ്വത്തുട്ടിയാണെങ്കിലും കഴിക്കാൻ പിന്നാക്കാണ്. ചേട്ടനായാലും രാവിലെ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ എന്തിനാ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെക്കാറില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വെക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഡെയിലി വീഡിയോ എടുക്കണം എന്നുണ്ട്. പക്ഷേ കണ്ടൻ്റ് ഇല്ല. നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊന്നും ഇല്ലാതെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്കും ഒരു ബോറല്ലേ. ഒന്നാമതേ നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഒന്നും ഇല്ല. അപ്പോൾ കണ്ടൻറ്റ് കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സ്പാം ആയി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. നമ്മുടെ വീഡിയോ ഡെയിലി ഇടണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടൻറ്റ് നമുക്ക് കിട്ടാത്ത കാരണമാണ് കേട്ടോ. ഞാൻ ഡെയിലി ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോങ് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഉപ്മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്മാവ് വലിയ കാര്യമായിട്ടുള്ള ഉപ്മാവൊന്നുമല്ല. അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാരറ്റും ബീൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് ഉപ്മാവിനല്ലേ. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, ബീൻസൊന്നും ഇല്ല. പിന്നെ അടുത്ത് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ചോറിനായാലും നമുക്കിനി ഉപ്മാവിനായാലും നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് കടലക്കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കടല ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി കഴുകുകയാണ് കേട്ടോ. നമ്മൾ ചോറ് കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഞങ്ങൾക്കൊരു അടിയന്തരമുണ്ട്. പക്ഷേ എനിക്ക് പോകാനായിട്ട് ഒരു സുഖമില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് വെക്കുകയാണ് കേട്ടോ. ചേട്ടൻ എന്തായാലും അവിടെ നിന്നാണ് കഴിക്കുക. അപ്പോൾ എനിക്കും കുഞ്ഞിനുള്ള ചോറ് വയ്ക്കലാണ് അടുത്ത പരിപാടി കേട്ടോ. ഇനി പ്രത്യേകിച്ച് വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. രാവിലെ തന്നെ ഫ്രഷായി അലക്കിയിടാനുള്ളത് അലക്കിയിട്ടു. പിന്നെ അതേ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും.
ഇരിക്കുന്നു. ഇനി വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് എൻ്റെ ഇനി കുഞ്ഞിനെ നോക്കിയിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി, അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ നമുക്ക് മോർണിംഗ് ചെയ്യാൻ പറ്റുന്ന കറികൾക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പണികളൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ഉപ്മാവിനായാലും ശരി കറി വെക്കാനായാലും ശരി ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണമാണ് കേട്ടോ ഞാൻ ഈ തലേ ദിവസം തന്നെ അരിഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിലും നമുക്ക് ജോലിക്ക് പോകാനുള്ളവരൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ തലേ ദിവസം അരിഞ്ഞു വെക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കുക്കിംഗ് പരിപാടി അങ്ങോട്ട് ഫിനിഷ് ആക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ എനിക്ക് രാവിലെ എണീറ്റിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ, എന്തെങ്കിലും ഒരു സമയം പോക്കിന് വേണ്ടേ എന്നുള്ള രീതിയിൽ രാവിലെ തന്നെ അരിയാനാണ് ഇഷ്ടം. ഒരു സാധാ ഒരു വീട്ടമ്മ ആയതുകൊണ്ട് കേട്ടോ. ജോലിക്കൊക്കെ പോകാനാണെങ്കിൽ സെയിം ഇതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യുക. പിന്നെ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന കാരണമാണ് കേട്ടോ. രാവിലെ അരിയിലും പിടിക്കലും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു തിരക്കായിരിക്കും കേട്ടോ. അത് കാരണമാണ് ഞാൻ പിന്നെ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ചിക്കൻ കറി വെക്കില്ലേ ആ ഒരു ടൈപ്പിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കടലക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് വേറെ പണികളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കിച്ചണിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ ഉപ്മാവും ചായയും കടലക്കറിയൊക്കെ ആയി, ചോറടുപ്പത്തുണ്ട്. അപ്പോൾ അതേ ചേട്ടനും എനിക്കും സോത്തൊട്ടിക്കുള്ള ഉപ്മാവൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളിനി പോയി കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.